ഹലോ സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. പുതിയൊരു പാഠവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. 9ാം ക്ലാസ്സിൽ നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ട പാഠം ഗാന്ധിജി കൈസേ ബനെ. ഇതൊരു ലേഖനമാണ്. ലേഖ് എന്ന് പറഞ്ഞാൽ ലേഖനം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറയാം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ കത്തിയവാർ ജില്ലയിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായി. ഗ്രാമത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ഡിഗ്രിയൊക്കെ പാസ്സായി തിരിച്ച് ഇന്ത്യയിൽ വന്നു. അദ്ദേഹം ബോംബെയിൽ കുറേ നാൾ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ജോലിക്കായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയി. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് നേരെ ഉണ്ടാകുന്ന അനീതിക്കെതിരെ പോരാടുകയും ഒത്തിരി സത്യാഗ്രഹങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും ഗാന്ധിജിനെ വാർത്തെടുത്തത് ദക്ഷിണാഫ്രിക്കയാണെന്ന് പറയാം. അതിനുശേഷം 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി. 1917 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരനിൽ നടക്കുന്നത്. തുടർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാര്യവും രക്തസാക്ഷിത്വം വഹിച്ച കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അപ്പോൾ ഈ ലേഖനം നമുക്കായിട്ട് എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലെ പ്രശസ്തനായ സാഹിത്യകാരൻ സ്വയം പ്രകാശാണ്. സ്വയം പ്രകാശ് 1947 ജനുവരി 20 മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം എഞ്ചിനീയറിംഗിന് ചേർന്നു. അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്നു. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാലം അദ്ദേഹം താമസിച്ചിരുന്നത് രാജസ്ഥാനിലെ അജ്മീറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജസ്ഥാനി സാഹിത്യ മണ്ഡലത്തിലാണ് കൂടുതൽ പ്രശസ്തനായിരുന്നത്. അപ്പോൾ അദ്ദേഹത്താണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലേഖനത്തിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, പേജ് നമ്പർ 36. ഓക്കെ. ഗാന്ധിജി കൈസേ ബനെ. ഗാന്ധിജി എങ്ങനെ ഗാന്ധിജിയായി? ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോളൂ. क्या तुम एक ऐसी गांधी की कल्पना कर सकते हो जिन्होंने कुर्ता पैजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में झोला टांग रखा हो. അപ്പോൾ ലേഖനം നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗാന്ധിജീനെ സങ്കല്പിക്കാൻ സാധിക്കുമോ? കൽപ്പന കർണ, സങ്കല്പിക്കുക. ജിനോനെ കുർത്ത പൈജാമ പഹൻ്റെ. കുർത്ത പൈജ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇടുന്ന ഒരു ഡ്രസ്സാണ്. ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ജിങ്കെ പാവുമേൻ ചപ്പൽ. കുർത്ത പൈജാമ ധരിച്ചിട്ടുള്ള, കാലിൽ ചപ്പലുള്ള, പിന്നെ സർപ്പർ ഖൂബ് സാരെ ബാൽ, തലയിൽ ധാരാളം മുടിയുള്ള, അതിൽ ഗാന്ധി ടോപ്പി വെച്ചിട്ടുള്ള, സ്കൂൾ കുട്ടികളുടെ ബാഗ് പോലത്തെ ബാഗ് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഗാന്ധിജീനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? അപ്പോൾ ലേഖകൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, നമ്മൾക്ക് സുപരിചിതനായ ഗാന്ധിജിയുടെ തലയിൽ മുടിയൊന്നുമില്ല. അദ്ദേഹം സദാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുള്ള ഗാന്ധിജിനെയാണ് നമുക്ക് പരിചയം. അതുകൊണ്ടാണ് ലേഖകൻ അങ്ങനെ ചോദിക്കുന്നത്. ഗാന്ധിജി ജൈസെ ഫോട്ടോമേ ദിഖ്തേ ഹെ വൈസെ ഹമേശാ സെ നഹീ ഥേ. ഗാന്ധിജി ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരുന്നില്ല എല്ലായ്പ്പോഴും. വേ ധീരെ ധീരെ ഗാന്ധി ബനെ. അദ്ദേഹം പതുക്കെ പതുക്കെയാണ് ഗാന്ധി ആയത്. കൈസെ, എങ്ങനെ? നെക്സ്റ്റ് പാരഗ്രാഫ്. ബച്പൻ മേ ഗാന്ധിജി കോ അന്ധേരെ സെ ഡർ ലഗ്താ താ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു. ഉന്നെ ലഗ്താ താ കോയി ഭൂത് ആക്കർ ഉന്നെ പകട് ലേഗ. അദ്ദേഹത്തിന് തോന്നുമായിരുന്നു ഏതോ ഭൂതം വന്ന് അദ്ദേഹത്തെ ഇരുട്ടത്ത് പിടിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബഡേ ഹോക്കർ വേ ഖുദ് ഐസെ ഹോ ഗയേ കി അംഗ്രേസ് ഹുക്കുമത്ത് ഉൻസെ ഡർനെ ലഗി. വലുതായപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഭയപ്പെടാൻ തുടങ്ങി. അംഗ്രേസ് ഹുക്കുമത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം അദ്ദേഹത്തെ ഭയപ്പെടാൻ തുടങ്ങി. മാനോ കോയി ഭൂത് ഹോ, അദ്ദേഹം ഒരു ഭൂതമാണോ എന്ന രീതിയിൽ ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തെ ഭയപ്പെടാൻ തുടങ്ങി. കാരണം ഗാന്ധിജിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരുടെ നേരെയും ചെന്ന് മുഖത്ത് നോക്കി കാര്യം പറയാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. जब उन्हें कटियावाड़ हाई स्कूल में पहली कक्षा में भर्ती कराया गया
तब उनकी उम्र थी 11 साल. അപ്പോൾ കട്ടിയവാട് ഹൈസ്കൂളിലെ 1ാം ക്ലാസ്സിൽ ഗാന്ധിജിയെ പ്രവേശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 11 വയസ്സായിരുന്നു. ഉമ്ർ പ്രായം. ഭർത്തി കരാന എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യുക. और उन्हें जो विषय पढ़ाए जाते थे वे थे ഇതിഹാസ്, ഭൂഗോൾ, ഗണിത് ഓർ അംഗ്രേസി. പിന്നെ അവിടെ അദ്ദേഹത്തെ പഠിപ്പിച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിഹാസ്, ഹിസ്റ്ററി, ഭൂഗോൾ, ജിയോഗ്രഫി, ഗണിത്, മാത്തമാറ്റിക്സ് और अंग्रेजी इंग्लिश. स्कूल की फीस थी 8 आने प्रति माह यानी 50 पैसे हर महीने. അപ്പോൾ സ്കൂളിലെ ഫീസ് എത്രയായിരുന്നു? 8 ആണെ. 8 ആണ എന്ന് പറഞ്ഞാൽ 50 പൈസ, 50 പൈസ, 50 പൈസ പ്രതിമാസം. അതായിരുന്നു സ്കൂളിലെ ഫീസ്. पहली परीक्षा में गांधी 34 बच्चों में से 32वें स्थान पर रहे. അപ്പോൾ ആദ്യത്തെ പരീക്ഷയിൽ ഗാന്ധിജിയുടെ സ്ഥാനം എത്രയായിരുന്നു? ക്ലാസ്സിലെ 34 കുട്ടികളിൽ 32ാം സ്ഥാനമായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. और 2 विषयों में तो उन्हें 0 मिला. നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിക്ക് 2 വിഷയങ്ങളിൽ കിട്ടിയത് എത്ര മാർക്കായിരുന്നു? 0 മാർക്കായിരുന്നു. ഓക്കെ. नेक्स्ट पैराग्राफ. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. അപ്പം ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടി ധാരാളം വസ്ത്രങ്ങൾ തയ്പ്പിച്ചു. സിൽവാന തയ്പ്പിക്കുക എന്നാണ്. ഖൂബ് സാരെ ധാരാളം. दक्षिणाफ्रीका में कुर्ता धोती पहनने लगे और भारत आए तो एक बार मदुरई गए भाषण देने. അപ്പം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ കുർത്ത ധോത്തിയായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ഭാരതത്തിൽ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം മധുരയിൽ പ്രസംഗത്തിന് പോയി. ഭാഷൺ എന്ന് പറഞ്ഞ പ്രസംഗമാണ്. വഹാം ഏക് ഔരത് കോ ദേഖ ജോ താലാബ് മേം അപ്നി ധോത്തി ധോ രഹി ഥി. അവിടെ അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടു. അവർ ഒരു തടാകത്തിൽ തൻ്റെ മുണ്ട് അലക്കുകയായിരുന്നു. ധോന കഴുകുക എന്നാണ്. ലേക്കിൻ കൈസെ ആദി പഹൻതി തി ഓർ ബാക്കി ആദി ധോത്തി തി. അപ്പോൾ അവർ എങ്ങനെയാണ് ആ മുണ്ട് അലക്കിക്കൊണ്ടിരുന്നത്? പകുതി ധരിച്ചിട്ട് ബാക്കി ഭാഗമാണ് അവർ അലക്കിക്കൊണ്ടിരുന്നത്. ആദി എന്ന് പറഞ്ഞാൽ പകുതിയാണ്. ഫിർ ദുലി ഹുയിക്കോ പഹൻ ലേത്തി തി ഓർ ശേഷ്കോ ധോത്തി തി. പിന്നീട് അതിനുശേഷം അലക്കിയ ഭാഗം ധരിക്കും, പിന്നെ ബാക്കിയുള്ള ഭാഗം അലക്കും. ഇങ്ങനെയായിരുന്നു അവർ തൻ്റെ മുണ്ട് അലക്കിക്കൊണ്ടിരുന്നത്. ഉസ്കി ഹാലത്ത് ദേക്കർ ഗാന്ധിജി ഭീത്തർ സെ ഹിൽ ഗയെ और बस उसी समय उन्होंने फैसला कर लिया कि अब सिर्फ एक धोती ही पहनूंगा. അപ്പോൾ ഈ ദൃശ്യം, ഹാലത്ത് എന്ന് പറഞ്ഞ അവസ്ഥ, ആ സ്ത്രീയുടെ ആ അവസ്ഥ കണ്ടിട്ട് ഗാന്ധിജിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഞെടുക്കം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു. ഉസി സമയം, ആ സമയം തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഫൈസല, തീരുമാനം. എന്താണ് തീരുമാനം? അബ് സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ഒരു മുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. മധുരയിൽ അദ്ദേഹം പ്രസംഗത്തിന് പോയപ്പോൾ അവിടെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ആ കൊടിയ ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ട് തൻ്റെ തലയിൽ അല്പം വെള്ളം തളിക്കാനായിട്ട് അദ്ദേഹം മധുരയിലെ വൈഗ നദിക്കരയിലെത്തിയതാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ആ ദൃശ്യം കണ്ടത്. ഒരു സ്ത്രീ തൻ്റെ മുണ്ട് അലക്കുന്നത്, പകുതി ഉടുക്കുക, ബാക്കി അലക്കുക, അതിനുശേഷം അലക്കിയ ഭാഗം ഉടുത്തിട്ട് ബാക്കി ഭാഗം അലക്കുന്ന ആ ദയനീയമായ രംഗം ഗാന്ധിജി കാണാനിടയായി. അപ്പോൾ എന്താണ്, അന്ന് ഭാരതത്തിൽ നിലനിന്നിരുന്ന കൊടിയ ദാരിദ്ര്യത്തിൻ്റെ ഒരു സൂചനയായിരുന്നു ആ രംഗം. ആ സ്ത്രീക്ക് മാറ്റി ഒടുക്കാനായിട്ട് മറ്റൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും ദയനീയമായ അവസ്ഥയായിരുന്നു അത്. അത് കണ്ടിട്ടാണ് ഗാന്ധിജി തീരുമാനമെടുത്തത്, ഇനി ഞാനൊരു മുണ്ട് മാത്രമേ ഉടുക്കുകയുള്ളൂ. കാരണം ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഗാന്ധിജി ഒറ്റമുണ്ട് മാത്രമേ പിന്നീട് ധരിച്ചിരുന്നത്. ആ സ്ത്രീക്ക് തൻ്റെ മേൽമുണ്ട് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടാണ് ഗാന്ധിജി അവിടെ നിന്നും പോരുന്നത്. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്, നിങ്ങൾ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവും.
ബാക്കി ഭാഗം നോക്കിയോളൂ. ബാദ് മേ ഗോൾ മേസ് സമ്മേളൻ കെ ലിയെ ലണ്ടൻ ഗയെ. പിന്നീട് വട്ടമേശ സമ്മേളനത്തിനായിട്ട് അദ്ദേഹം ലണ്ടനിൽ പോയി. ഗോൾ മേസ് സമ്മേളനം എന്ന് പറഞ്ഞാൽ റൗണ്ട് ടേബിൾ മീറ്റിംഗ് അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനം എന്നാണ്. വഹാം ദോ കൂപ്പ് സർദി പടുത്തിയത്. അവിടെയാണെങ്കിലോ ഭയങ്കര തണുപ്പായിരുന്നു. തോ വഹാം കെ ബച്ചെ പൂച്ചതേ. അപ്പോൾ അവിടെയുള്ള കുട്ടികൾ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, ബാബാ തുമാരി പത്ലൂൻ കഹാങ്കയെ, ബാപ്പു നിങ്ങളുടെ കോട്ട് എവിടെ പോയി? ഗാന്ധിജി ഉന്നയും കോയി ജവാബ് നഹി ദേത്തേത്. ഗാന്ധിജി അവർക്ക് മറുപടിയൊന്നും കൊടുക്കുമായിരുന്നില്ല. ബസ് ഹസ്കർ രഹജാത്തേത്, ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹസന ചിരിക്കുക. लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था. എന്നാൽ റാണിയെ കാണാൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ബ്രിട്ടീഷ് രാജ്ഞിയെ കാണാനായിട്ട് ബക്കിംഗ്ഹാം പാലസിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അല്പവസ്ത്രധാരിയായിട്ടൊന്നും പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അത് പ്രോട്ടോകോൾ ലംഘനമാണ്, അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे? അപ്പോൾ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും അല്പവസ്ത്രവുമായിട്ട് രാജ്ഞിയെ കാണാനായിട്ട് കൊട്ടാരത്തിൽ എങ്ങനെ പോകും? തോ ബോലെ, അദ്ദേഹം പറഞ്ഞു, ഫിക്കർ മത് കരോ, യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. തുമാരെ രാജാനെ ഹം ദോനോങ്കെ ബരാബർ കപ്പടെ അകലേഹി പകൻ രഹോങ്കെ. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ രാജാവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായ വസ്ത്രം തന്നെത്താൻ ധരിച്ചിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഗാന്ധിജി ലിഖ്തേ ഥേ എക് ബഡിയ പെൻസ്. ഗാന്ധിജി ഒരു മനോഹരമായൊരു വില കൂടിയ പേന കൊണ്ടാണ് എഴുതിയിരുന്നത്. അത് പേൻ എക് ദിൻ ചോരി ചലകയ. ആ പേന ഒരു ദിവസം മോഷണം പോയി. ചോരി എന്ന് പറഞ്ഞാൽ മോഷണം. ലിഖ്നെ ബൈഠേ ഓർ പായാക്കി പെൻ തോ ഹൈ ഹി നഹി. അദ്ദേഹം എഴുതാനിരുന്നപ്പോൾ പേന ഇല്ല, പേന കാണുന്നില്ല. ഉസി സമയ ഏക് ബച്ചേനെ അപ്പനെ പെൻസിൽ ദേദി കി ലോ ബാബ ഇസ്സെ ലിഖ് ലോ. ആ സമയത്ത് ഒരു കുട്ടി തൻ്റെ പെൻസിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബാപ്പു ഇതുകൊണ്ട് എഴുതാൻ പറഞ്ഞു. ഉന്നോനെ ലിക്കർ ദേക്ക കി അരേ വാ. അദ്ദേഹം അതുകൊണ്ട് എഴുതി നോക്കി. ആഹാ കൊള്ളാലോ. ഇസ്സെ തോ അച്ഛാ ലിഖാ ജാത്താ ഹൈ ഓർ സ്യാഹി വഗരെ ഭരണേക്ക ജഞ്ചട്ട് ബി നഹി. ആഹാ ഇത് കൊള്ളാലോ, ഇതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ മഷി മുതലായവ നിറയ്ക്കേണ്ട ശല്യവും ഇല്ല. സ്യാഹി മഷിയാണ് കേട്ടോ. ബഗരെ മുതലായവ ഭരണ നിറയ്ക്കുക. ജഞ്ചട്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം, ശല്യം. അപ്പോൾ ഈ പെൻസിൽ കൊണ്ട് എഴുതിയാൽ സുഖമായിട്ട് എഴുതാം, മഷി നിറയ്ക്കേണ്ട ആവശ്യവുമില്ല. തോ തൈ കർലിയാക്കി ആ പെൻസിൽ സേഹി ലിഖേങ്ക. അപ്പോൾ തീരുമാനം എടുത്തു. തൈക്കറിന് തീരുമാനം എടുക്കും. എന്താണ്? ഇനി തൊട്ട് പെൻസിൽ കൊണ്ട് തന്നെ എഴുതും, എൻ്റെ എഴുത്തുകളെല്ലാം പെൻസിൽ കൊണ്ടായിരിക്കും. ഓർ പെൻസിൽ സെ ഉന്നോനെ പഹലി ചിട്ടി കിസേ ലിഖി ജാൻതേ ഹോ. പെൻസിൽ കൊണ്ട് അദ്ദേഹം ആദ്യത്തെ കത്ത് ആർക്കാണ് എഴുതിയെന്ന് അറിയാമോ? ഭാരതക്കെ വൈസ്രോയ്ക്കോ. അന്നത്തെ ഭാരതത്തിലെ വൈസ്രോയ്ക്കാണ് പെൻസിൽ കൊണ്ട് അദ്ദേഹം ആദ്യത്തെ കത്ത് എഴുതിയത്. ഓക്കെ, नेक्स्ट पैराग्राफ. लिखते लिखते पेंसिल छोटी हो जाती तो उस पर कागज की भोंगली लगाकर धागे से बांध लेते थे. അപ്പോൾ പെൻസിൽ എഴുതി 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 ചെറുതാവുമ്പോഴത്തേക്ക് ഗാന്ധിജി എന്ത് ചെയ്യും? അതിൻ്റെ പിന്നിൽ പേപ്പർ ചുരുട്ടി പെൻസിൽ അതിനുള്ളിൽ വെച്ച് നൂല് കൊണ്ട് കെട്ടിയിട്ട് ആ പെൻസിൽ കൊണ്ട് എഴുതും. അങ്ങനെ പെൻസിലിന് നീളം കൂട്ടി അതുകൊണ്ട് എഴുതും. ധാഗ എന്ന് പറഞ്ഞാൽ നൂലാണ്, പോങ്കലി എന്ന് പറഞ്ഞാൽ പേപ്പർ ചുരുൾ. അപ്പോൾ പേപ്പർ ചുരുളുകൾ ഉണ്ടാക്കി പെൻസിൽ ആ ചുരുളിനകത്ത് വെച്ച് നൂലുകൊണ്ട് കെട്ടി എന്നിട്ട് അതുകൊണ്ട് എഴുതും. ദരസൽ ഇൻ സബ്കെ പീछे कोई सनक नहीं बल्कि गांधी जी की एक सोच थी कि जब आपके देश के अधिकांश लोग गरीब हो तो आपको फिजूल खर्ची और दिखावा नहीं करना चाहिए. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പ്രാന്തല്ല. സനക്കെന്ന് പറയുന്നത് നമ്മൾ പറയല്ലേ, പ്രാന്ത്, വട്ട് എന്നൊക്കെ പറയല്ലേ, അതല്ല. പിന്നെ എന്താണ്? ഗാന്ധിജിയുടെ ചിന്ത ഇതായിരുന്നു. ജബ് ആപ്കെ ദേശമേ അധികാംശ ലോക ഗരീബ് ഹോത്തോ. അപ്പം നിങ്ങളുടെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും പാവപ്പെട്ടവരാണെങ്കിൽ, ദരിദ്രന്മാരാണെങ്കിൽ നമുക്ക് അനാവശ്യ ചെലവുകൾ, അതാണ് ഫിസുൽ ഖർച്ച്, അനാവശ്യ ചെലവ്, ഫിസുൽ ഖർച്ച് അനാവശ്യ ചെലവ്, അനാവശ്യ ചെലവുകളും
ആർഭാടങ്ങളും ഒഴിവാക്കേണ്ടതാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യം ദരിദ്ര രാജ്യമാണെങ്കിൽ നമ്മൾ അനാവശ്യമായ ചെലവുകളും ആർഭാടങ്ങളും ഒഴിവാക്കണം. ഇതായിരുന്നു ഗാന്ധിജിയുടെ ചിന്താഗതി. अगर आप सचमुच अपने देश और देशवासियों से प्यार करते हैं तो आपको कम से कम में काम चलाना चाहिए. നിങ്ങൾ വാസ്തവത്തിൽ, സച്ച്മുച്ച് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ, തികച്ചും നിങ്ങളുടെ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം? ആപ്കോ കംസേ കമ്മേം കാം ചലാന ചെയ്യേ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ കാര്യങ്ങൾ നടത്താൻ പഠിക്കണം. അല്ലാതെ ആർഭാടവും ധൂർത്തുമല്ല ചെയ്യേണ്ടത്. രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓർ സാധകി ക മഹത്വ സമച്ഛന ചായേ. സാധകി എന്ന് പറഞ്ഞാൽ ലാളിത്യം. ലാളിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ആ ബഡേ ബനേഗെ और कहलाएंगे अपने विचारों से और अपने काम से ना कि अपने कपड़ों से. അപ്പം നിങ്ങൾ വലിയ ആളാകുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു മഹാനാണ് എന്ന് ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ഉയർന്ന ചിന്താഗതിയും നിങ്ങളുടെ ഉയർന്ന പ്രവൃത്തിയും കൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം കൊണ്ടല്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആർഭാടവും ധൂർത്തും കാണിച്ച് വലിയ കാറിലും വില കൂടിയ മൊബൈലും ഉപയോഗിക്കുന്നതിലല്ല നമ്മൾ വലിയ ആളാണ്, മഹാനാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ ഉയർന്ന ചിന്താഗതിയും നമ്മുടെ ഉയർന്ന പ്രവൃത്തികളുമാണ് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ വലിയ ആളാണ്, മഹാനാണ് എന്ന് പറയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർഭാടവും ധൂർത്തും കഴിയാവുന്നതും ഒഴിവാക്കണം. ലളിത ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഗാന്ധിജി കെ 3 ബന്ദർ ബഹുത്ത് മഷൂർ ഹെ. ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ വളരെ പ്രശസ്തമാണ്. മഷൂർ, ഫേമസ്. ബന്ദർ കുരങ്ങൻ. यह दरअसल एक खिलौना था जो कुछ चीनी बच्चों ने गांधी जी को भेंट किया था. ഇത് വാസ്തവത്തിൽ ഒരു കളിപ്പാട്ടമാണ്, ഖിലോന കളിപ്പാട്ടം. കുറച്ച് ചൈനീസ് കുട്ടികൾ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തതാണ്. ലേക്കിൻ ഗാന്ധിജിനെ ഉനെ അപ്നെ ജീവൻ കാ സാഥി ബനാ ലിയ. എന്നാൽ ഗാന്ധിജി അവരെ തൻ്റെ ജീവിതത്തിലെ കൂട്ടുകാരാക്കി മാറ്റി. ജബ് ധോത്തി പഹനനി ശുരു കർ ദി തോ ജേബ് ഘടി കഹാം രഖേ तो उसे कमर में लटकाना शुरू कर दिया. ഗാന്ധിജി മുണ്ട് ധരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തൻ്റെ പോക്കറ്റ് വാച്ച് എവിടെ വയ്ക്കും? അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ അരക്കെട്ടിൽ അത് തൂക്കിയിടാൻ തുടങ്ങി. ലട്കാന തൂക്കിയിടുക. അപ്പോൾ വാച്ച് തൻ്റെ അരക്കെട്ടിൽ തൂക്കിയിടാൻ തുടങ്ങി. इस तरह गांधी जी धीरे धीरे वैसे गांधी जी बन गए जैसा आजकल हम उन्हें उनके चित्रों में देखते हैं. അപ്പം ഇങ്ങനെ ഗാന്ധിജി പതുക്കെ പതുക്കെയാണ് ഇന്ന് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലത്തെ ഗാന്ധിജിയായി മാറിയത്. അപ്പം ഗാന്ധിജിയുടെ പാഠത്തിൽ ധാരാളം സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അഹിംസ, സിംപ്ലിസിറ്റി, അങ്ങനെ പല കാര്യങ്ങളും. ഇതൊക്കെ നമ്മളും ശീലിക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. നമ്മൾ പാഠത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നുണ്ട്, ആനേവാലി പീഡിയാം ബड़ी कठिनाई से विश्वास करेगी कि इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാചകങ്ങളാണത്. അപ്പം ഇങ്ങനെ ഇതുപോലെ രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. അപ്പോൾ നമ്മളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പരമാവധി പിന്തുടരാൻ ശ്രമിക്കണം. അപ്പോൾ ഈ പാഠം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ വായിച്ചു നോക്കുക, ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാഠങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.